ഈ ആഴ്ചത്തെ 3 പ്രധാന റിലീസുകളെ പറ്റിയാണ് പറയുന്നത്. ഈ ആഴ്ച റിലീസാകാൻ പോകുന്ന 3 ചിത്രങ്ങൾ. ഒന്ന് വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞ പടമാണ്. ബിജു മേനോനും ജോജി ജോർജുമാണ് മെയിൻ കഥാപാത്രങ്ങൾ. ജിത്തു ജോസഫാണ് ഡയറക്ഷൻ. ജിത്തു ജോസഫിന് മുമ്പിലത്തെ മിറാഷ് പോലെ ആകാതിരുന്നാൽ മതിയായിരുന്നു. അത് നല്ല മെയിൻ ആക്ടേഴ്സാണ്. പണിയറിയുന്ന 2 ആക്ടേഴ്സാണ്. ജോജി ജോർജും ബിജു മേനോനും ആകാരണം ഒരു പ്രതീക്ഷയുണ്ട്. പടത്തിന് ഒരു മിസ്റ്ററി ത്രില്ലർ പടമാണെന്നാണ് തോന്നുന്നത്. രണ്ടാമത്തെ പ്രകമ്പനം എന്ന് പറഞ്ഞ പടമാണ്. പ്രകമ്പനം ഒരു ഫെസ്റ്റിവൽ മൂഡ് ചിത്രമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഗണപതി, രാജേഷ് വിനായക്, അസീസൊക്കെയാണ് മെയിൻ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു രോമാഞ്ചം മോഡൽ ചിത്രമാണെന്ന് തോന്നുന്നത്. അതിൻ്റെ സ്റ്റിൽസൊക്കെ കണ്ടിട്ട് രോമാഞ്ചം മോഡൽ ഒരു പടമാണെന്നാണ് തോന്നുന്നത്. മൂന്നാമത്തെ ഒരു ഗാന്ധി ടോക്സ് എന്ന് പറഞ്ഞൊരു പാൻ-ഇന്ത്യൻ സിനിമയാണ്. അത് വിജയ് സേതുപതി, അരവിന്ദ് സ്വാമിയൊക്കെയാണ് മെയിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ പടത്തിന് സംഭാഷണമില്ല. പണ്ട് കമലഹാസൻ ചെയ്തില്ലേ പുഷ്പവിമാനം, അതുപോലൊരു പടമാണെന്ന് തോന്നുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പാട്ടുകൾ മാത്രമേ ഉള്ളൂ. AR റഹ്മാനാണ് മ്യൂസിക്. ഒരു പരീക്ഷണ ചിത്രമാണെന്ന് തോന്നുന്നു. ഏതായാലും എൻ്റെ ട്രെയിലർ കണ്ടിട്ട് രസമുണ്ട് കാണാൻ. അരവിന്ദ് സ്വാമി നല്ലപോലെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ 3 പടങ്ങളാണ് മെയിൻ. ഒന്ന് വലതുവശത്തെ കള്ളനും, 2 പ്രകമ്പനം, മൂന്നാമത്തെ ഗാന്ധി ടോക്സ്. ഓക്കെ.